വിജയം അളക്കേണ്ടത് ജീവിതത്തിൽ ഒരാൾ എത്തിച്ചേർന്ന സ്ഥാനത്താലല്ല, വിജയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ മറികടന്ന പ്രതിബന്ധങ്ങൾ കൊണ്ടാണ്. പരിണമിക്കാനും മെച്ചപ്പെടാനുമുള്ള അവസരങ്ങളായി നിങ്ങൾ തിരിച്ചടികളെ കാണുമ്പോൾ സ്ഥിരോത്സാഹം നിങ്ങളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറും. വിജയം എളുപ്പമല്ല, പക്ഷെ അത് വളരെ മധുരമുള്ളതായിരിക്കും. സ്ഥിരോത്സാഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഭാഗമാണ് ക്ഷമ. പഴഞ്ചൊല്ലു പോലെ റോം ഒരു ദിവസം നിർമ്മിച്ചതല്ല. നേതാക്കൾ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമായ പ്രചോദനം നിങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്തുക. ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്നതാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ പരിശോധന. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കൂ. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. ഉരുളക്കിഴങ്ങിനെ മൃദുവാക്കുന്ന ചൂടുവെള്ളം തന്നെയാണ് മുട്ട ഉറപ്പുള്ളതാക്കുന്നത്. നിങ്ങളുടെ കഴിവുകളാണ് സത്യത്തിൽ വിജയം നിർണയിക്കുന്നത്, സാഹചര്യങ്ങളല്ല. ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് പണമായിരിക്കും, ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കും, ചിലർക്ക് നല്ല ജോലിയായിരിക്കും. മറ്റുള്ളവരുടെ വിജയത്തിന്റെ അളവുകോൽ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. സ്വന്തം ജീവിത വിജയം സ്വയം കണ്ടെത്തുക. നെഗറ്റീവ് ഓർമ്മകളെ ദീർഘനേരം പിടിച്ചിരുത്തി പോസിറ്റീവ് ആയവയെ എളുപ്പത്തിൽ വിട്ടുകളയുന്നത് തികച്ചും മനുഷ്യ സഹജമാണ്. അതിനെ മറികടക്കാൻ ബോധപൂർവമായുള്ള പരിശ്രമം ആവശ്യമാണ്. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിന്റെ രഹസ്യം. സ്നേഹിക്കുന്ന സ്ത്രീയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇതുവഴി നിങ്ങളെ അവൾ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മായ്ക്കുകയില്ല. സ്വയം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും.